ചിരിക്കാനുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. എല്ലാവരും തിയേറ്ററിൽ വന്നിട്ട് തന്നെ പടം കാണുക. കാരണം അതിന് തിയേറ്റർ എക്സ്പീരിയൻസ് വേറെ തന്നെയായിരുന്നു. കാരണം എല്ലാവരും ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സ്വയം ചിരിക്കുന്നു, തിയേറ്ററിൽ ഇങ്ങനെ ചിരിക്കുന്ന സമയത്ത് നമുക്ക് അത് ഒത്തിരി എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ പടം കാണും. ഷാജിപ്പാപ്പനും പിള്ളേർക്കും മൂന്നാമത് പറയാൻ എങ്ങനെയാണ് തകർത്തെന്ന് പറയാം. ശരിക്കും കോമഡി ഒക്കെ എങ്ങനെയുണ്ട്? ഒന്നിലും രണ്ടിലും കൂടുതലും അവരുടെ ക്യാരക്ടർ വ്യത്യാസം ചിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ അത് ടൈം ട്രാവൽ ഒക്കെ വർക്കൗട്ടാകും. 1ഉം 2നെക്കാളും കിടിലാണോ? എല്ലാത്തിനും അതിൻ്റെതായൊരു മൂടുണ്ട്. ഇത് വേറൊരു മൂഡിലുള്ള മൂവിയല്ലേ. എന്തായാലും എനിക്ക് നല്ലതായിട്ട് പോക്കായിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് ആയിട്ട് ആ മ്യൂസിക്കും എല്ലാം കൂടി വരുന്നത് വേറൊരു നല്ല മൂവിയാണ്. ത്രൂ ആയിട്ട് കോമഡി ഉണ്ട്, നന്നായിട്ടുണ്ട്. ഷാജിപ്പാപ്പനൊക്കെ അടിപൊളിയാണ്. ജയസൂര്യ അടിപൊളി, വിനായകൻ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. ത്രൂ ആയിട്ട് കോമഡി ഉണ്ട്, കോമഡി മൂവിയാണ്. കാരണം നമ്മൾ കുറേ നാൾ കാത്തിരുന്ന ഒരു സിനിമയാണല്ലോ. അതൊരു ടൈം ട്രാവലർ മൂവിയൊക്കെ ചെയ്തുകൊണ്ട് ആൾക്കാരെങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളത് പരീക്ഷണത്തോടു കൂടിയാണ്. കണക്റ്റാണ്. ഒരു യൂണിവേഴ്സ് തീർക്കോ? ഒരു യൂണിവേഴ്സ് ഉണ്ടാവോ? ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കോമഡി നല്ലപോലെ വർക്കായിട്ടുണ്ട്. കയ്യടിയായിരുന്നു. നന്നായി. ഓക്കെ. നോക്കാം, എനിക്കറിയില്ല എങ്ങനെയാണ് ഇതിനൊക്കെ എഴുതിയിരിക്കണമെന്ന്. പടം എനിക്കിഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ ബാക്കി സെൻറ്റേഴ്സിൽ നിന്നൊക്കെ ഇതിപ്പോൾ നമ്മുടെ ആൾക്കാരാണ് എല്ലാവരും. ബാക്കി സെൻറ്റേഴ്സിൽ നിന്നൊക്കെ ഉള്ള റിപ്പോർട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് പറയാം ഒരു ഫൈനൽ ഇത്. ഓ നന്നായി, നല്ലതാണ്. അതെ, സന്തോഷം. നല്ല അടിപൊളിയായിരുന്നു. ഹാപ്പി ആയിരിക്കും. എന്തോ കാണും, ഉറപ്പാണ്. അടിപൊളി, നല്ല പുതിയ കോൺസെപ്റ്റ് ആണ്. നല്ല ഫണ്ണി, അടിപൊളി. അങ്ങനെ വെച്ചാൽ രണ്ടും ഇഷ്ടം. നല്ല സിനിമയായിരുന്നു. ഒരു 8 കൊല്ലമായിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു മൂവിയാണ് ആട് 3 എന്നുള്ളത്. 8 കൊല്ലം മുമ്പാണ് ആട് 2 ഇറങ്ങിയത്. അപ്പോൾ എല്ലാവരും വളരെയധികം പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇരിക്കുന്നതെന്ന് അറിയാം. നല്ലൊരു ഫൺ എൻ്റർടൈൻമെൻ്റ് ആണ്. ഒന്ന് കാണാൻ ശ്രമിക്കും. ദ റൈഡ് എൻഡ്സ് ഇൻ 4 എന്നാണ് തോന്നുന്നത്. അപ്പോൾ നല്ല പടം, എല്ലാവരും പോയി കാണണം. സീൻ പടമായിരുന്നു. ക്യാപ്റ്റൻ ക്ലീറ്റസ് ഇഷ്ടപ്പെട്ടോ? ആ സീൻ പടം. ആട് 3